ഇന്ന് മുതിര തോരനാണ് ഉണ്ടാക്കുന്നത്. അര കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. കല്ലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. അതിനുശേഷം ഒരു ബൗളിലേക്കിട്ട് 4 പ്രാവശ്യമെങ്കിലും വെള്ളം മാറ്റി കഴുകിയെടുക്കണം. അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന മുതിരയിൽ വീണ്ടും വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കണം. പ്രഷർ കുക്ക് ചെയ്യുന്നത് കൊണ്ട് 1 മണിക്കൂർ സോക്ക് ചെയ്താൽ മതി. പ്രഷർ കുക്ക് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിലും ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുമ്പോഴാണ് മുതിരയുടെ കംപ്ലീറ്റ് ഗുണവും കിട്ടുന്നത്. 1 മണിക്കൂറിന് ശേഷം മുതിര കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. ചെറിയ വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചതച്ചെടുക്കണം. ചോപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ചതച്ചെടുക്കുന്നതാണ്. വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും വേണ്ട. എനിക്കിങ്ങനത്തെ ചെറിയ വെളുത്തുള്ളിയാണ് ഇഷ്ടം. ഇനി പ്രഷർ കുക്കറിലേക്ക് മുതിര ഇട്ട് കൊടുക്കാം. മുതിര സോക്ക് ചെയ്ത വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. മുതിരയോടൊപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അടുത്തതായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അര കപ്പ് മുതിരയ്ക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമായാൽ ഒന്നുകിൽ അത് വറ്റിച്ചെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കളയേണ്ടി വരും. അപ്പോൾ പിന്നെ മുതിരയുടെ ഗുണമെല്ലാം പോകും. മുതിര വേകുകയും വേണം, കുറച്ച് വെള്ളവും വേണം. അതിന് അര കപ്പ് മുതിരയ്ക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ പോയി. അതിനുശേഷം ഫ്ലെയിം കുറച്ചു വെച്ചു. ലോ ഫ്ലെയിമിൽ 4 വിസിൽസ് കൂടി വേവിച്ചു. പിന്നെ മാറ്റി വെച്ചു. പ്രഷർ എല്ലാം റിലീസായിട്ട് ഓപ്പൺ ചെയ്തതാണ്. ദേ കണ്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. മുതിര വേവിച്ച വെള്ളം കൂടി ചേർത്താൽ മാത്രമേ ഈ തോരന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല മുതിരയുടെ ഗുണവും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത്, നല്ല ജീരകം, ഉണക്കമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുക്കണം. ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് വരെ അത് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കണം. ചെറിയുള്ളിക്കാണ് ടേസ്റ്റ്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ പൊടികൾ ചേർക്കാം. പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം തേങ്ങ ചിരകിയതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം തേങ്ങയൊന്ന് ഡ്രൈ ആകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തേങ്ങ ചതച്ചിടുന്നതിനേക്കാൾ നല്ലത് വെറുതെ ഇതേമാതിരി അങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മുതിര വേവിച്ച വെള്ളം അതിലുള്ളതുകൊണ്ട് ഉപ്പും മുളകുമൊക്കെ അതിൽ നല്ലതുപോലെ പിടിച്ചോളും. തുടർച്ചയായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാതെ വെറുതെ വയ്ക്കുവാണെങ്കിൽ അടിയിൽ പിടിക്കും. കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് കുഴഞ്ഞു പോവുകയൊന്നുമില്ല. തോരനൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പാൻ്റെ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.